തെരഞ്ഞെടുപ്പിന് മുമ്പ് ജാർഖണ്ഡിലെ ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാനിരുന്നതാണ്. നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന് വീണ്ടും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് വിജയം വീണ്ടും ജയമനാണ്. അതൊരു ദേശീയ സുരക്ഷയുമായി ഒക്കെ ബന്ധപ്പെട്ട് അപകടകരമായ ഒരു വിജയമാണ് എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. ശരിയാണോ? അത് ശരിയാണ്. പക്ഷേ ഭാരതമൊട്ടാകെയുള്ള ട്രെൻഡ് ജാർഖണ്ഡിലും വന്നു എന്നുള്ളതാണ്. ജാർഖണ്ഡ് സംസ്ഥാനം 2000 ഉണ്ടായതിന് ശേഷം നമ്മളിവിടെ LDF UDF മാറുന്ന പോലെയായിരുന്നു. അവിടെ JMM BJP ഇങ്ങനെ വന്നു. ഇത്തവണ BJPയുടെ ഊഴമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ ഊഴം കിട്ടിയില്ല. ജനങ്ങൾ തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചു. അതിൽ സംശയം വേണ്ട. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷവും കൊടുത്തു. ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു നേതാവ് വേണം, ഒരു നരേറ്റീവ് വേണം. ജാർഖണ്ഡിൽ നരേറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷേ നേതാവ് ഉണ്ടായില്ല. ഹേമന്ത് സോറനെതിരെ ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് ഉണ്ടായിരുന്നില്ല. ഹേമന്ത് സോറനോട് പിണങ്ങി വന്ന ചമ്പൈ സോറൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ BJP അത് ചെയ്തില്ല, അക്കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ഈ BJP 2 തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ഇമോഷണലായിട്ട്. മഹാരാഷ്ട്രയിൽ വാസ്തവത്തിൽ ഒരു ഇമോഷണൽ ഐക്യം ഉണ്ടാക്കിക്കൊണ്ടാണ് BJP തിരഞ്ഞെടുപ്പ് നടത്തിയത്. ജാർഖണ്ഡിലും ഇമോഷണൽ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഗ്രൗണ്ട് ലെവലിൽ മഹാരാഷ്ട്ര അല്ല ജാർഖണ്ഡ് എന്നുള്ളത് വിട്ടുപോവുകയോ അവഗണിക്കുകയോ ചെയ്തു. അവിടെ 2 പ്രതിഭാസമുണ്ട്. ഈ BJPയുടെ കൂട്ടുകക്ഷിയായിട്ട് AJSU, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, അതൊരു പാർട്ടിയാണ്. അതിൻ്റെ നേതാവാണ് മഹത്തോ. ആദ്യം BJPയുടെ കൂടെയായിരുന്നു, പിന്നെ പിണങ്ങി വീണ്ടും കൂടി, ഇങ്ങനെയൊക്കെ നിന്ന ആളാണ്. സാമാന്യം നല്ല വോട്ട് കിട്ടുന്ന ആളുമാണ്. സുദീപ് മെഹ്തോയുമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അലൈൻ ചെയ്തു. കുറച്ച് സീറ്റുകളൊക്കെ കിട്ടി, തരക്കേടില്ലാന്ന് തോന്നി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ആ കൂട്ടുകെട്ട് നിലനിർത്തി. ഈ സമയത്ത് വേറൊരു മഹത്വം അവിടെ ഉണ്ടായി വന്നു. അതാണ് ജയറാം മഹ്തോ. ചെറുപ്പക്കാരനാണ്, 30 വർഷമേ ഉള്ളൂ, 30 വയസ്സേ ആയിട്ടുള്ളൂ. അയാൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. അത് ജാർഖണ്ഡ് ഭാഷയെ സംരക്ഷിക്കാനുള്ള പാർട്ടി. അത് പുതിയ പാർട്ടി ആയതുകൊണ്ട് ഞാനതിൻ്റെ എനിക്ക് കാണാൻ അറിയില്ല. ജാർഖണ്ഡ് ലോകതാന്ത്രിക് ക്രാന്തികാരി മോർച്ച, ഇതാണ് JLKM. ഇതാണ് ആ മനുഷ്യൻ്റെ. ആ മനുഷ്യൻ്റെ ഈ JLKM 17 സീറ്റിൽ 3800 മുതൽ 48,000 വരെ വോട്ട് പിടിച്ചു. ഒരൊറ്റ സീറ്റിൽ അയാൾ ജയിച്ചില്ല. ബട്ട് 17 സീറ്റിൽ BJPയും അല്ലെങ്കിൽ കൂടെയുള്ള AJSUവും തോൽക്കും അയാൾ ഉറപ്പുവരുത്തി. അവരുടെ വോട്ടാണ്, പ്രത്യേകിച്ചും AJSUവിൻ്റെ വോട്ടാണ് ഇയാൾ പിടിച്ചുകൊണ്ട് പോയത്. ഇയാൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുമായിട്ട് ചേരാൻ തയ്യാറായിരുന്നു. ഒരു റൗണ്ട് സംഭാഷണവും നടന്നതാണ്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. എന്നാൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ 2 ഉസ്താദുമാരാണ് ജാർഖണ്ഡിൽ ചുമതല. ആസാമിൽ നിന്നും ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹമാണ് ജാർഖണ്ഡിൻ്റെ പ്രഭാരി. സഹപ്രഭാരിയായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ. ഇത്രയും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയെടുക്കാൻ കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. ഈ 2 പേരെയാണ് ജാർഖണ്ഡ് ഏൽപ്പിച്ചിരുന്നത്. എന്നിട്ടും അത് ക്ലിക്ക് ചെയ്തില്ല. ഈ 30 വയസ്സുള്ള ചെറുക്കൻ വന്നിട്ട് ഇതെല്ലാം കൂടെ പൊളിച്ച് താഴെ ഇട്ടിട്ട് പോയി. അവനുമായിട്ട് ഒരു തവണ ചർച്ച നടന്നതാണ്. പിന്നെ എന്തുകൊണ്ടത് ക്ലിക്ക് ചെയ്തില്ല? അതോ ഇനി സുദേശ് മഹത്തോ എതിർത്തോ? അതെന്ന് പറയും, സുദേശ് മഹത്തോ എതിർക്കാനും സാധ്യതയില്ല. കാരണം അവനും കൂടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു ടൈപ്പാണ് സുദേശ് മഹത്തോ. അയാൾക്ക് 50 വയസ്സ്, 30 വയസ്സ്. ഒരു പക്ഷേ എന്തെങ്കിലും ഡൈനാമിക്സ് ഉണ്ടായിരിക്കും. ഇയാളെ കൂടെ എടുത്തില്ല. ആ ഒറ്റ ഫാക്ടറിൽ നിങ്ങൾ ഇമോഷണലായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗ്രൗണ്ടിനെ മൊത്തത്തിൽ അവഗണിക്കാൻ സാധ്യമല്ല. നമ്പർ 2, ഹേമന്ത് സോറൻ്റെ അഴിമതി.
അഴിമതി സുനിൽ ആലോചിച്ച് നോക്കൂ, അഴിമതി മാത്രമായിട്ട് ജനം വോട്ട് ചെയ്യാറില്ല. 6.8 ഏക്കർ ഭൂമിയുടെ പ്രശ്നത്തിലാണ് ഹേമന്ത് സോറൻ അഴിമതിക്കാരനായത്. ആ അഴിമതി ചെയ്തു എന്ന് തന്നെ വെച്ചോ. ഹേമന്ത് സോറൻ ആദിവാസി വിഭാഗത്തിൽ നിന്നാണ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗം. ഷെഡ്യൂൾ ട്രൈബിന് തോന്നുന്നത് ഇത് എന്താ ഇത്ര വലിയ കാര്യം, 7 ഏക്കർ ഭൂമിയല്ലേ ഉള്ളൂ, അതിന് ആളെ പിടിച്ച് ജയിലിടേണ്ട കാര്യം എന്താ, ഭൂമി അയാളുടെ അല്ലെങ്കിൽ ആളെന്ന് തിരിച്ച് ഇങ്ങോട്ട് മേടിച്ചാൽ പോരെ, അതിന് കൊണ്ടുപോയി ദ്രോഹിക്കുന്നതിനാ. മാത്രമല്ല കേജ്രിവാളിന് ചോദിക്കാതെ തന്നെ ജാമ്യം കൊടുത്ത സുപ്രീം കോടതി ഇദ്ദേഹം ചോദിച്ചിട്ടും കൊടുത്തില്ല. ഇലക്ഷൻ പ്രകടനത്തിന് പോകണം. മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഹേമന്ത് സോറൻ പോയത്. കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു, തള്ളി. ജില്ലാ കോടതിയിൽ പോയി തള്ളി, ഹൈക്കോടതിയിൽ പോയി തള്ളി, സുപ്രീം കോടതിയിൽ വന്നു, എന്നിട്ട് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. കേജ്രിവാൾ എൻ്റെ FIR റദ്ദാക്കണമെന്നും പറഞ്ഞാണ് പോയത്, ജാമ്യത്തിനല്ല. FIR റദ്ദാക്കുന്നത് ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചോട്ടെ, ജാമ്യം വേണ്ടേ, എനിക്ക് വേണ്ട, അല്ല ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പൊക്കെ ഇല്ലേ പോയി പ്രചാരണം പറഞ്ഞു കൊടുത്തതാണ്. അത് ഇത് പ്രകടമായിട്ട്, അതായത് നഗരമധ്യത്തിൽ IRS ക്വാളിഫിക്കേഷനുള്ള മാക്സസെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഡാഷ് ബിഷ് പാൻറ്റും ഷർട്ടും ഒക്കെ ഇടുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ജാമ്യം കിട്ടും. ഈ കാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട്, അതിനേക്കാൾ ഡൽഹിയേക്കാൾ എത്രയോ വലിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആ മുഖ്യമന്ത്രി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഓവർടേക്ക് ചെയ്തോ അങ്ങനെയൊന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിയമപരമായിട്ട് തന്നെ വന്നിട്ട് ജാമ്യം കൊടുത്തില്ല. സെക്കൻഡ് റൗണ്ടാണ് ജാമ്യം കൊടുക്കുന്നത്. ഇത് ഒരു വിക്ടിമൈസേഷനായിട്ടാണ് അവർ കരുതിയത്. ഈ മൻമോഹൻ സിംഗ് സർക്കാർ അഴിമതിയുടെ പുറത്ത് വീണു നിർത്താൻ അഴിമതി നിരന്തരം വന്നുകൊണ്ടിരുന്നു. 2G കേസിലെ അഴിമതി വന്നു, കോൾ സ്കാം വന്നു, ഡൽഹിയിലെ സ്റ്റേഡിയത്തിൻ്റെ കേസ് വന്നു, മഹാരാഷ്ട്രയിലെ ആദർശ് ഫ്ലാറ്റിൻ്റെ കേസ് വന്നു. ഇങ്ങനെ 4-5 കേസുകൾ തുരുതുര വരികയും ഒരു ഭരണസ്തംഭനം, അഴിമതി, ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ്, ഈ കോമ്പിനേഷനിലാണ് മൻമോഹൻ സിംഗ് തകർന്നു പോകുന്നത്. അല്ലാതെ ഒറ്റ 2G കേസിൽ അങ്ങനെ തകരില്ല. മാത്രമല്ല 2G കേസ് വന്ന് മൻമോഹൻ സിംഗ് പോയി, നരേന്ദ്രമോദി വന്ന 2014 തെരഞ്ഞെടുപ്പിൽ 2G കേസിൻ്റെ കാരണഭൂതനായ പിന്നോക്കക്കാരനായ രാജ ജയിച്ചു തമിഴ്നാട്ടിൽ. വൻ ഭൂരിപക്ഷത്തോടെ 1.5 ലക്ഷം 2 ലക്ഷം ഭൂരിപക്ഷത്തോടെ രാജ ജയിച്ചു. രാജയും പിന്നോക്കക്കാരനാണ്. അപ്പോൾ ഈ സഹതാപം വർക്ക് ചെയ്തു എന്നാണോ പറയുന്നത്? സഹതാപം വർക്ക് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഒന്നുകിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അല്ലാതെ വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമം ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ ജനങ്ങൾക്ക് വെറുതെ 10 ദിവസം അയാളെ മെനക്കെടുത്താനായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. ഇതാണ് ഈ അഴിമതിയുടെ പ്രശ്നം. അഴിമതി ജനങ്ങൾ ഇത്തരം ചില്ലറ അഴിമതികൾ പൊറുക്കുന്ന ആൾ. എത്ര അഴിമതിക്കാർ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടെന്നാണ് സുനിലിൻ്റെ വിചാരം? ജയിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ജയിച്ചിട്ടേ ഉള്ളൂ, എപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. അത് പിന്നെ ഈ അഴിമതി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ കുറ്റം പറയാം. ബട്ട് ദെൻ യു ഹാവ് ടു ബി എ റൂളിംഗ് പാർട്ടി ഹാസ് ടു ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് കറപ്ഷൻ. ഇപ്പോൾ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നത് 28 തവണ അറസ്റ്റ് തടയുന്ന ഉത്തരവ് കഴിഞ്ഞിട്ട് 29ാമത്തെ തവണയാണ് പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ അത് ഒരു സിമ്പതി ചിദംബരത്തിന് കിട്ടിയില്ല. ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആയിട്ട് ചിദംബരം ഇങ്ങനെ കളിച്ച് അറസ്റ്റ് തടയുന്ന ഉത്തരവ് അവിടെ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി. ഇങ്ങനെ 28 ടൈംസ് ഹി എസ്കേപ്ഡ് ദ അറസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് CBI മതിൽ ചാടിയിട്ട് അറസ്റ്റ് ചെയ്തത്. സോ പീപ്പിൾ സെഡ് ഇത് ഞാൻ 28 തവണ ഇവൻ രക്ഷപ്പെട്ട് നടക്കുന്നോ ഇങ്ങനെ. അപ്പോൾ ഈ ജനങ്ങൾക്കുണ്ടാവുന്ന ഇമ്പ്രഷൻ കൂടെ നോക്കണം. ആൾക്കാർ പറയുമല്ലോ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല? ഒരുപക്ഷെ ഇതൊക്കെ ആവാൻ കാരണം ഈ ഒരു സമയം തെറ്റി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം നിങ്ങളുടെ ഭാഗത്തായിരിക്കും, പക്ഷേ ജനം അതിനെ തള്ളിക്കളയും. ജനകീയ കോടതി എന്ന് പറഞ്ഞുകൊണ്ടില്ല, ജനകീയ കോടതിയിൽ നിന്ന് എന്നെ കുറ്റവിമുക്തനാക്കി എന്ന് വരെ രാഷ്ട്രീയക്കാർ വാദിക്കാറുണ്ട്. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ 10,000 കോടി രൂപ തട്ടിച്ചവൻ കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുക, എന്നിട്ട് 4 വോട്ടിന് തെരഞ്ഞെടുപ്പ് ജയിച്ചു. എന്നിട്ട് ജനങ്ങൾ
എന്നെ നിരപരാധിയാണെന്ന് കണ്ട് ജനങ്ങൾ എന്നെ അംഗീകരിച്ചു എന്ന് വരെ പറയുന്ന കാലമാണ്. സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ ഇൻ ഓപ്പറേറ്റിംഗ് ദിസ് കറപ്ഷൻ കേസസ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഹേമന്ത്. പക്ഷേ ജാർഖണ്ഡിലെ പ്രശ്നം അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ദേശീയ സുരക്ഷ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ആ വിഷയം ഹൈക്കോടതി വരെ അതിനേക്കാൾ വലിയ സിമ്പതി ഫാക്ടർ ഹേമന്ത് സോറന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു. പിന്നെ ഹേമന്ത് സോറൻ ഈ ഫ്രീ ബീസ് കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങി. 1000 രൂപ വെച്ച് എന്താ അത് അമ്മൈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, അമ്മ വെൽഫെയർ സ്കീം. എല്ലാ സ്ത്രീകൾക്കും 45 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് മാസം പെൻഷൻ. ഭീമമായ തുക വരും. ഇതൊക്കെ എങ്ങനെ താങ്ങാൻ പോകുമെന്ന് എനിക്കറിയില്ല. കർണാടക ജാർഖണ്ഡ് പാപ്പരായി എന്ന് പറഞ്ഞ് കേൾക്കുമെന്നും അറിയില്ല, അല്ലെങ്കിൽ പെൻഷൻ നിർത്തുമോ. സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലും പോളിംഗ് പെർസെൻറ്റേജ് വെൻ്റ് ഹൈ. അവിടുത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 67.7 എത്തി ജാർഖണ്ഡ്. സാധാരണ അത്ര എത്തുന്നതല്ല. ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയപ്പോൾ ഈ ഇരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായിട്ട് വന്നു. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു ഒക്കെ നമ്മളും പറയാറുണ്ട്, ചോദിക്കാതെ ജാമ്യം കൊടുത്തു എന്നൊക്കെ. യു നോ വാട്ട് ഹാപ്പൻ ഇൻ പഞ്ചാബിൽ 4 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 4-ൽ 3 ആം ആദ്മി പാർട്ടി, 1 കോൺഗ്രസ്. വാട്ട് ഹാപ്പൻ ടു ബി ജെ പി? ഇപ്പോൾ ബി ജെ പിയുടെ നരേറ്റീവ് എല്ലാ സ്ഥലത്തും വിജയിക്കുന്നില്ല. കാരണം തൽസ്ഥിതി തുടരാനാണ് ജനങ്ങളുടെ തീരുമാനം. പഞ്ചാബിൽ പ്രത്യേകിച്ചും തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചു ജനം. ആര് നേരത്തെ ആപ്പ്, അപ്പോൾ ആപ്പിന് തന്നെ 3 സീറ്റ് ആപ്പിന് കൊടുത്തു. 1 അത് കോൺഗ്രസിൻ്റെ ആയിരുന്നു. ശരി, കോൺഗ്രസിനും. ബി ജെ പി അവിടെ നിൽക്കട്ടെ, നോക്കട്ടെ അല്ലേ. വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് വെസ്റ്റ് ബംഗാളാണ്. 6 സീറ്റ്. ഇത്രയധികം മമതാ ബാനർജി എന്ന സിംഹിയെ ഡിഫെൻസീവിൽ നമ്മൾ കണ്ടിട്ടില്ല ആർജിക്കാർ സംഭവത്തിന് ശേഷം. അവർ വേണമെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന് ഡോക്ടർമാരോട് പറഞ്ഞു. ഐ എം പ്രിപ്പയർഡ് ടു റിസൈൻ എന്ന് പറഞ്ഞു. ആ സിംഹി ആദ്യമായിട്ടാണ് ദൈന്യഭാവത്തിൽ അവരെ കാണുന്നത്. എന്നിട്ട് റെക്കോർഡ് ഭൂരിപക്ഷമാണ് 6 സീറ്റിൽ TMCക്ക്. ബി ജെ പിയുടെ സീറ്റുകൾ പോയി 6 കൊണ്ട് മമതാ ബാനർജി പോയി. കാരണം ജനങ്ങളുടെ തീരുമാനം സ്റ്റാറ്റസ് കോ. ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയില്ലേ, അത് മതി, തൽക്കാലം അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അതൊരു മാത്രമല്ല ഈ ബംഗാളിൽ വേറൊരു കാര്യമുണ്ട്. ഈ TMCക്ക് അല്ലാതെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊന്നുകളയുക, ഇങ്ങനത്തെ ഏർപ്പാടൊക്കെയുണ്ട്. കയ്യും കാലും വിട്ട് അതൊരു ഫാക്ടറാണ്. അത് അക്രമം കൊണ്ട് പിടിച്ചു നിൽക്കുന്നൊരു സംസ്ഥാനം. അത് ചോദ്യം ചെയ്യാൻ കേന്ദ്രത്തിനും ധൈര്യമില്ലാത്തൊരവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ് ബംഗാൾ. ഏതായാലും അത് ഒരു അത്ഭുതമാണ്. ഈ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത്ഭുതമാണെന്ന് പറഞ്ഞ പോലെ വേറൊരു അത്ഭുതം ബംഗാളിൽ നടന്നു. ബട്ട് എവരിവെയർ ഇറ്റ് ഈസ് സ്റ്റാറ്റസ് കോ. കർണാടകയിൽ 3 സീറ്റും കോൺഗ്രസ്സിന് പോയി. ഭരിക്കുന്ന കക്ഷി കോൺഗ്രസ്സാണ്. പക്ഷേ അവർക്കിരിക്കട്ടെ 3 സീറ്റ്. എവിടെ പോയി ബി ജെ പിയുടെ തന്ത്രം? ഒരു തന്ത്രവും മന്ത്രവും വിലപ്പോയില്ല. അവർ ജയിച്ചു. എനിക്ക് തോന്നുന്നു JDSൻ്റെ കുമാരസ്വാമിയൊക്കെയാണ് മത്സരിച്ചതെന്നാണ്. ഈ സ്റ്റാറ്റസ് കോ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മുടെ എന്തായാലും ജാർഖണ്ഡിൽ നിന്ന് വഴിമാറി പോവുക. അങ്ങനെ സ്റ്റാറ്റസ് കോ എന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തീരുമാനിക്കാൻ എന്തായിരിക്കും കാരണം എനിക്കറിയില്ല. ജനങ്ങളുടെ ഒത്തുപോയി ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യം കൃത്യമായിട്ട് ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. സ്റ്റാറ്റസ് കോ ആവാൻ കാരണം ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. UPയും മഹാരാഷ്ട്രയും BJPക്ക് ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം ലോക്സഭയുടെ ആ ക്ഷീണം മാറ്റണം. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഞങ്ങൾ തിരുത്തിയതിന് റിസൾട്ട് തരണം. ഈ രീതിയിലുള്ള ക്യാമ്പയിൻ അവിടെ നടന്നു. സകല VIPമാരും അവിടെ ക്യാമ്പ് ചെയ്തു. 90 മീറ്റിങ്ങൊക്കെയാണ് അമിത്ഷാ ഇവിടെ നടത്തിയത്. പബ്ലിക് മീറ്റിംഗ് അല്ല, പ്രവർത്തക യോഗം 90 എണ്ണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, അങ്ങനെ ഒട്ടും സമയമില്ലാത്ത മനുഷ്യൻ. ബട്ട് സ്റ്റിൽ 90 മീറ്റിംഗ്സ് ഇൻ മഹാരാഷ്ട്ര പ്രവർത്തകർ. പൊതുപരിപാടികൾ കുറവായിരുന്നു അമിത്ഷായുടെ. ഒരെണ്ണം ക്യാൻസൽ ചെയ്തു, മണിപ്പൂർ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഹിയർ ടു ക്യാൻസൽ ആൻഡ് ഗോ ബാക്ക് ടു ഡൽഹി. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ആ മെസ്സേജ് ജനങ്ങളിൽ എത്തിച്ചു. ജനങ്ങൾ അവരെ ആശീർവദിച്ചു.
ഈ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നൽകുന്ന ഒരു ഫലസൂചിക എന്താണ്? സ്റ്റാറ്റസ് ക്വോ ആണ്. സ്റ്റാറ്റസ് ക്വോ ആണ്. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യാൻ ജനങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ പോട്ടെ, തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഇപ്പം ഇങ്ങനെ പോട്ടെ, ഇത് മതി. സംശയമുള്ള സ്ഥലത്ത് കുറച്ച് സീറ്റ് കൂടുതൽ കൊടുക്കാനുള്ള സംശയം മാറ്റി പേടിക്കേണ്ട താൻ തന്നെ. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ. ഇങ്ങനെ മുമ്പ് ഐ എം വറീഡ് അബൌട്ട് ജാർഖണ്ഡ് കേട്ടോ. കാരണം ജാർഖണ്ഡിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ വലിയ പ്രശ്നമാണ്. ജാർഖണ്ഡിൻ്റെ ഡെമോഗ്രഫി അതിശീഘ്രം മാറിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ജാർഖണ്ഡുകാർ അതിന് പ്രാധാന്യം കൊടുത്തില്ല. അതിന് പകരം അവർ ഹേമന്ത് സോറൻ്റെ അറസ്റ്റിന് പിന്നാലെ പോയി. ഹേമന്ത് സോറനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലതാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ അവരുടെ ഒന്നും അങ്ങനെ അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നില്ല. അയാൾ ആദിവാസി ആയിരുന്നിട്ട് കൂടി. അതെ, അവരുടെ പെണ്ണുങ്ങളെയാണ് ഈ അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ ആദിവാസി കസ്റ്റം അനുസരിച്ച് മകളുടെ ഭർത്താവിനാണ് അച്ഛൻ്റെ സ്വത്ത്. അപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ആദിവാസി പെൺകുട്ടിയെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുന്നതോടെ അവളുടെ വീതം സ്വത്തുണ്ടല്ലോ ഇവൻ്റെ ആയിട്ട് മാറും. അപ്പോൾ ഭൂമിയും സ്വത്തും ഒക്കെ ഇങ്ങനെ ലവ് ജിഹാദുമായി അവൻ്റെ കൂടെ ഭൂമിയും കിട്ടി. അതെ, ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഇത് എക്സ്പോസ് ചെയ്ത് ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇതിൻ്റെ അപകടം. ബട്ട് സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലിക്കായില്ല. അതിന് കാരണം ഞാൻ നോക്കിയിട്ട് ഈ ജയറാം മഹത്തോ പിടിച്ച വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിസ്റപ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ ജയറാം മഹത്തോയാണ്. വല്ലാതെ ഈ 17 സീറ്റിലെ അയാളുടെ അട്ടിമറി ഭീകരമായിട്ട് ഇവരെ ഹേമന്ത് സോറന് കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം കിട്ടി, ആഹ്ലാദിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ജാർഖണ്ഡിനെ നോക്കുമ്പോൾ നമുക്ക് ആശങ്കകൾ കൂടുകയാണ്. ആശങ്കകൾ കൂടുകയാണ്. പിന്നെ JMM ആണ്. ഇപ്പോൾ നാളെ ഹേമന്ത് സോറൻ്റെ പകുതി ആൾക്കാർ അടർന്നിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി ഇപ്പുറത്ത് വന്ന് ഭരണം അട്ടിമറിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. 5 വർഷം മുന്നിലുണ്ട്. ഇവരുടെ ഷിബു സോറനെ ഓർമ്മയില്ലേ? നരസിംഹറാവുവിൻ്റെ കയ്യിൽ നിന്ന് 3 കോടി രൂപ മേടിച്ചു വോട്ട് ചെയ്യാനായിട്ട് ലോക്സഭയ്ക്കുള്ളൂ. ഈ 3 കോടി രൂപ ആശാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടു, പിടിക്കപ്പെട്ടു. ആ പുള്ളി പറഞ്ഞു അത് റാവു തന്നതാണെന്ന് പറഞ്ഞു. കാരണം ഇതൊരു അഴിമതിയാണെന്ന് പോലും ആ പാവത്തിന് അറിയില്ല. പുള്ളി വാങ്ങിയർ കൂട്ടി ചെയ്താൽ 3 കോടി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ബാങ്കിൽ വിട്ടിട്ടുണ്ട്, 5 പൈസ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ആവശ്യമില്ല, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാങ്കിൽ ഇട്ടു. ഇത് ആ കേസിൽ നിന്ന് ഫൈനലി ഊരി കേട്ടോ. കാരണം അത് പാർലമെൻറ്റിൽ ഉള്ളിൽ വെച്ചാണ് കൊടുത്ത കേസ്. അതുകൊണ്ട് കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നരസിംഹറാവു അസാമാന്യ ബുദ്ധിമാനാണ്. അതേപോലെ ഈ പാർലമെൻറ്റിൽ ഭരണം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ചെയ്യാമെന്ന് ഭരണഘടനയിലുണ്ട്. ഇത് ആവശ്യമായിരുന്നു കാശ് കൊടുക്കുക എന്നുള്ളത്, അത് ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് JMM. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. എപ്പോൾ അവർ ഈ ഹേമന്ത് സോറൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിലേക്ക് ചേർന്നു, ചമ്പൈ സോറനടക്കം ഒരുപാട് പേര് ചേർന്നു. പക്ഷെ അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു അസാമാന്യ ക്യാമ്പയിനിങ് പവറുള്ള ആത്മവിശ്വാസമുള്ളൊരു നേതാവാണ് ഹേമന്ത് സോറൻ എന്നയാൾ. കണ്ടാൽ വലിയ സാധുവാണ്. ബട്ട് ഒരു വലിയ ഈ ജാർഖണ്ഡിൽ ഒരുപാട് ടൈഗർമാരുണ്ട്. ചമ്പൈ സോറൻ ടൈഗറാണ്. ഈ ജയറാം മഹത്തോയുടെ പേരും ടൈഗറാണ്. റിയൽ കടുവകളും ജാർഖണ്ഡിൽ ഒരുപാടുണ്ട്. കാട്ടിലെ കടുവകൾ, നാട്ടിലെ കടുവകൾ എന്നറിയപ്പെടുന്നു. ഒരു ഹീറോ ആയി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പേര് ടൈഗർ വരും. ടൈഗർ ജയറാം, ടൈഗർ ചമ്പൈ ഇങ്ങനെ പറഞ്ഞ് വിളിക്കും. അതാണ് അവിടുത്തെ സ്വഭാവം. രസകരമായ രാഷ്ട്രീയമാണ് ജാർഖണ്ഡിൽ, അപകടകരവുമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.